കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഡോളറിന്റെ വില എന്ന് പറയുന്നത് 90 രൂപ വരെയായി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രൂപ കൂപ്പ് കുത്തുകയാണ് എന്നുള്ളൊരു തോന്നൽ ഉളവാക്കുന്നു. സത്യത്തിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലേക്ക് തന്നെ യങ്സ്റ്റേഴ്സിന്റെ പ്രധാന ആഗ്രഹം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ പോകുക എന്നുള്ള, അവിടെ സെറ്റിലാകുക, കേരളത്തിൽ താമസിക്കാൻ ആഗ്രഹമില്ല. അപ്പം മാതാപിതാക്കൾ മാത്രമുള്ള ഒരു സംസ്ഥാനം, പ്രായമായ ആൾക്കാർ മാത്രമുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറുന്നു. പണ്ട് ഗൾഫ് ബൂം വന്നപ്പോൾ വീടൊക്കെ വിറ്റ് സ്ഥലമൊക്കെ വിറ്റ് ആളുകൾ ഗൾഫിലേക്ക് പോകും, അവിടുത്തെ പണമൊക്കെ ഉണ്ടാക്കി ഇവിടേക്ക് വരും, നമ്മുടെ സമ്പദ് വ്യവസ്ഥ അത് നിലനിർത്തുകയും ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ ഈ വ്യവസ്ഥാപിതമായ ഒരു നീക്കം എന്ന് പറയുന്നത് ആ രീതിയിലല്ല. കാരണം വീടും സ്ഥലവും എല്ലാം വിറ്റ് വൻതോതിൽ ബാങ്കിൽ നിന്ന് ലോണും എടുത്തിട്ട് പോകുന്ന ആൾക്കാർ വിദേശ രാജ്യങ്ങളിൽ പോവുകയാണ്, പഠിക്കാൻ അല്ലെങ്കിൽ ജോലിക്കായിട്ട് പോകുന്നു. എന്നിട്ട് അവിടെ കിട്ടുന്ന പണം എല്ലാം തന്നെ ഇവിടെ ബാങ്ക് ലോൺ അടച്ചു തീർക്കാൻ മാത്രമേ ഉള്ളൂ. ഇതൊരു ശരിയായ നീക്കമാണോ ഇപ്പോഴത്തെ? അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് അത്. ഇന്ത്യയുടെ മൊത്തത്തിൽ എടുക്കുന്നതിനേക്കാൾ കയറെ നമുക്ക് ഒരു മിനിയേച്ചർ എന്ന നിലയിൽ കേരളത്തെ തന്നെ ഒരു സ്പെസിഫിൻ ആയിട്ട് എടുക്കാം. കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇത് തന്നെയാണ്, സാമ്പത്തിക പ്രതിസന്ധിയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ഇന്നലെ വലോപാല ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന നാടാണല്ലോ, ശമ്പള പരിഷ്കരണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ആശങ്കയും ആദ്യം എന്താണെന്ന് വെച്ചാൽ ശമ്പള പരിഷ്കരണം വന്നാൽ എങ്ങനെ കൊടുക്കും, അതാണ് ഇവരുടെ പ്രശ്നം. അപ്പോൾ എന്താണ് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ അടിത്തറ എന്ന് പരിശോധിക്കുമ്പോൾ നമ്മുടെ യങ്സ്റ്റേഴ്സ് എവിടെ പോകുന്നു എന്ന ചോദ്യം വരും. നമ്മുടെ ചെറുപ്പക്കാർ എവിടെ പോകുന്നു, ആ പോക്ക് വരവ്, അതുണ്ടാക്കുന്ന ഈ ക്യാഷ് ഫ്ലോ ഉണ്ടല്ലോ, പണത്തിന്റെ വരവ് പോക്ക്, ഈ പ്രത്യേകിച്ച് കേരളം വിട്ടുപോകുന്ന മലയാളികൾ പണം നമുക്ക് എത്തിച്ചു തരികയാണോ, നമ്മുടെ പണം ഇവിടെയുള്ള പണം ഈ പറഞ്ഞ പോലെ വിറ്റും ലോണെടുത്തും ഒക്കെ പുറം രാജ്യങ്ങളിൽ കൊണ്ടുപോയി ചെലവഴിക്കുകയാണോ, വിദ്യാഭ്യാസത്തിനായാലും ജോലിക്ക് വേണ്ടിയായാലും സിറ്റിസൺഷിപ്പിന് വേണ്ടിയായാലും? കുറെ കൂടി സൂക്ഷ്മമായിട്ട് അത് പറയാൻ പറ്റിയ സിആറിനാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും മലയാളിയെ കുറിച്ച് ഞാൻ പണ്ടേ പറഞ്ഞ എൻ്റെ ഒരു അഭിപ്രായം ഒരുപാട് പ്രാവശ്യം എഴുതിയിട്ടുള്ളതാണ്. ഉണ്ടാക്കുന്നൊന്നും ഉപയോഗിക്കാത്തവനും ഉപയോഗിക്കുന്നൊന്നും ഉണ്ടാക്കാത്തവനാണ് മലയാളി. ഒന്ന് നോക്കിക്കോളൂ, മലയാളി ഉണ്ടാക്കുന്ന ഒരു നല്ല സാധനം നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. നല്ല കുരുമുളക്, നല്ല കശുവണ്ടി, നല്ല ഏലക്ക, നല്ല ഏലം, നല്ല തേങ്ങ എല്ലാം നമ്മൾ കയറ്റി അയക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കുന്ന മുഴുവൻ സാധനങ്ങളും, അരി മുതൽ ഉപ്പ് വരെ എല്ലാം, നമ്മുടെ കോസ്മെറ്റിക്സ് ആയാലും പുസ്തകമായാലും എല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്യാണ്. കുറച്ച് പുസ്തകം അച്ചടിക്കുന്നുള്ളത് ഒഴിച്ചാൽ എല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ എന്തുകൊണ്ട് മലയാളിക്ക് ഇതിൽ എപ്പോഴും ഒരു പ്രശ്നമുള്ളത്, മലയാളിയുടെ ക്യാഷ് ബാലൻസ് എപ്പോഴും ആദ്യ കാലത്ത് അങ്ങനെയാണ് അത് ബാലൻസ് ചെയ്തത്. നമ്മളിവിടുന്ന് സാധനങ്ങൾ കയറ്റി അയക്കും, വേറെ സാധനങ്ങൾ വരും, അങ്ങനെ ഒരു ബാലൻസ്. അന്ന് വലിയ ക്യാഷ് ഫ്ലോ ഇല്ല. പിന്നെ മലയാളി ക്യാഷ് ബാലൻസ് ഉയരുന്നത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സാധനം നമ്മൾ കയറ്റി അയക്കുകയാണ്, മനുഷ്യവിഭവം. മനുഷ്യവിഭവം 70കളിൽ കയറ്റി അയക്കാൻ തുടങ്ങിയോടുകൂടിയാണ് കേരളം ഇമ്പ്രൂവ്ഡ് ആയത്. ഇപ്പം ആരൊക്കെ എന്തൊക്കെ നിഷേധിച്ചാലും ഗൾഫ് പണം കേരളത്തിൽ ഉണ്ടാക്കി ഇമ്പാക്റ്റ് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ എടുക്കാം. പക്ഷേ കേരളത്തിലെ ക്യാഷ് ഫ്ലോ കൂട്ടിയത് ഗൾഫ് മണിയാണ്. എല്ലാവരുടെയും കുറേ ആളുകളുടെ പൈസ ഉണ്ട്. മാത്രമല്ല ഇവിടെ ഒരു അധ്വാനം ചെയ്യാതെ കുറേ ആളുകളുടെ പൈസ വന്നു. അതെ അതെ, ഒരു അധ്വാനം ഇവിടെ ഇരുന്ന് ചെയ്യുന്നില്ല, അവരുടെ കയ്യിലാണ് ഈ പൈസ വരുന്നത്, ഗൾഫിലുള്ളവരുടെ അല്ല പൈസ. അപ്പോൾ ഇത് നമ്മുടെ ഭൂമിയിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, സാമൂഹ്യമായി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, വിലക്കയറ്റം, ഭൂമിയുടെ വിലയിലൊക്കെ ഉണ്ടായ വലിയൊരു കച്ചവടം, പാടം നികത്തൽ, കുന്നിടിക്കൽ, ഞങ്ങൾ പരിസ്ഥിതിക്കാർ അതിനെയൊക്കെ അതിൻ്റെ വീട് നിർമ്മാണത്തിന്റെ രീതികൾ, അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ പറയുമ്പോഴും കേരളത്തിന്റെ സാമ്പത്തിക ഘടനയിലേക്ക് പണം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. മണി ഓർഡർ എക്കോണമി പറയാം. യഥാർത്ഥത്തിൽ അത് കേരളത്തെ ഒരു പരിധി വരെ, കേരളത്തിന്റെ നമ്മൾ പണ്ട് പറയാറുണ്ട് കേരളത്തിന്റെ സാമൂഹ്യ വികസന സൂചകങ്ങളൊക്കെ ഉയർന്നു. ഈ സാമൂഹ്യ വികസന സൂചകങ്ങൾ ഉയരുന്നതിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ചത് ഈ ഗൾഫ് മണിയാണ്. കാരണം എല്ലാവരുടെയും കുറച്ച് പണം കിട്ടും. ഇപ്പൊ തൊഴിലാളിയുടെ പണം കിട്ടും, കച്ചവടക്കാരൻ്റെ പണം കിട്ടും, ഓട്ടോറിക്ഷക്കാരൻ്റെ പണം കിട്ടും, കുറെ പണം വരുമല്ലോ, മത്സ്യ കച്ചവടക്കാരൻ്റെ പണം കിട്ടും, ഒക്കെ എല്ലാവർക്കും ഇത് കിട്ടും. അപ്പോൾ ഒരു ക്യാഷ് ഫ്ലോയിൽ ഒരു പോസിറ്റീവ് ക്യാഷ് ഫ്ലോ വരുന്ന ഒരു സംസ്ഥാനമായി കേരളം. നമ്മൾ പുറത്തേക്ക് കാശൊക്കെ കൊടുക്കുന്നുണ്ട്, നമ്മളെല്ലാ ഭക്ഷണം അടക്കം പുറത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ പോലും പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ഉണ്ട്. അത് കേരളത്തെ വേറെ തരത്തിൽ ഒരു എന്താ പറയുക ഡെവലപ്ഡ് എന്നോ ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ഒരു ഫ്ലറിഷ് ആക്കി നിർത്തിയിരുന്നു. കഴിഞ്ഞ ഒരു 10 കൊല്ലമെങ്കിലായിട്ടുള്ള ഏറ്റവും കൃത്യമായൊരു നിരീക്ഷണം എല്ലാവരും പറയുന്നത്, കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, കൂട്ടത്തോടെ കേരളം വിടുന്നുണ്ട്. ഇപ്പൊ ചില ഇങ്ങനെ കയറ്റി വിടുന്ന പരസ്യ കമ്പനിയൊക്കെ പറയുന്ന 75,000 പേര് ഞങ്ങൾ കഴിഞ്ഞ വർഷം വിട്ടു. ഇവരാരും പോകുന്നത് ഗൾഫിലേക്കല്ല, ഇവരെല്ലാം പോകുന്നത് യൂറോപ്പ്, അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്കാണ്. ഇവരവരുടെ ജോലി അന്വേഷിച്ച് പോകുന്നു, പഠിക്കാൻ പോകും. പലരും പഠിക്കാനാണ് പോകുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ അവിടെ പോയി പഠിച്ച് തൽക്കാലം എന്തെങ്കിലും ജോലി ഉണ്ടാക്കി അവിടെ മറ്റേ സിറ്റിസൺഷിപ്പ് വാങ്ങി, PR സിറ്റിസൺഷിപ്പ് വാങ്ങി, അങ്ങനെ അവിടെ കൂടുക. ഈ പോകുന്ന ആരും ഒരിക്കലും തിരിച്ചു വരാമെന്ന് ഉദ്ദേശിച്ച് പോകുന്നവരല്ല. മനസ്സുകൊണ്ട് അവരങ്ങോട്ട് പോയവരാ. ഗൾഫിൽ പോയവരുടെ കാര്യം അങ്ങനെയല്ല, അവരുടെ വേറെ എപ്പോഴും ഇവിടെയാണ്. ഗൾഫിൽ പോയ മലയാളി രാഷ്ട്രീയത്തിലും സംസ്കാരത്തിലും സാമൂഹ്യ വിഷയങ്ങളിലും
ഇവിടെയുള്ള മലയാളികളെക്കാൾ എപ്പോഴും ഭയങ്കര വിജിലന്റ് ആയി. കാരണം ഇവിടെ ലക്ഷം വന്നാൽ അവിടെയാണ് ഇതിന്റെ വലിയൊരു പ്രശ്നം. നൊസ്റ്റാൾജിക് ആണ്. പക്ഷെ ഇപ്പൊ പോകുന്ന കുട്ടികൾ ഒട്ടും തന്നെ നൊസ്റ്റാൾജിക് അല്ല. ഈ ഗൾഫുകാരന്റെ മക്കൾ ഇപ്പൊ മലബാറിലൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഈ ഗൾഫുകാരന്റെ മക്കൾ അവർ അമേരിക്കയിലേക്ക് പോണേ. ഗൾഫുകാരന്റെ മക്കള്, കൃഷിക്കാരന്റെ മക്കള്, മറ്റേ മത്സ്യത്തൊഴിലാളിയുടെ മക്കള് എല്ലാവരും പോവാണ്, അമേരിക്കയ്ക്ക് പോവാണ്. എക്സെപ്റ്റ് ദളിത് വിഭാഗം, അത് വേറെ പഠിക്കേണ്ട വിഷയം. ഏറ്റവും കൂടുതൽ പോകുന്നു യൂറോപ്പിലേക്ക് പോകുന്നു. അങ്ങനെ പോകുമ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുമോ? മുമ്പ് അവർ സമ്പാദിച്ച, അത് കൃഷിയിലൂടെ ആവാം, ഗൾഫിലൂടെ ആവാം, ഈ സമ്പത്ത് മുഴുവൻ വിൽക്കുകയാണ്. അല്ലെങ്കിൽ പ്ലഡ്ജ്, ലോൺ എടുക്കും. എന്നിട്ട് ഇവിടുത്തെ ബാങ്കിൽ നിന്ന് പൈസ എടുത്ത് ലക്ഷക്കണക്കിന് രൂപ, 20 ലക്ഷം, 25 ലക്ഷം, 30 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഈ കുട്ടികൾ പോകുന്നത്. മിനിമം ഇവന്റെ ഇന്ന് 5 പൈസ തിരിച്ചു വരില്ല. ഉറപ്പാണല്ലേ? വരില്ല. കാരണം അവർക്ക് അവിടെ ജീവിക്കാൻ, അവിടെ കിട്ടുന്ന ശമ്പളം അവിടെ ജീവിക്കാൻ മതിയാവില്ല. ഒക്കെ എല്ലാവരും ആദ്യം ചെറിയ ചെറിയ പണിയൊക്കെ എടുത്തില്ല. എനിക്ക് കുട്ടികളൊക്കെ അറിയാം എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കാനാണ്. കാരണം വലിയ ഫൈറ്റാണ് അവിടെ, വലിയ ഡിസ്ക്രിമിനേഷൻ ഉണ്ട് പല സ്ഥലത്തും. എന്നിട്ട് പോലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരവിടെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇവിടെ അവിടെ പോയി ട്രക്ക് ഡ്രൈവറായിട്ട് പോകുന്നു, മക്ഡൊണാൾഡ്സിൽ വിൽക്കാൻ പോകുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും എല്ലാം നഷ്ടപ്പെടുത്തി അങ്ങോട്ട് പോവുകയും അവിടുത്തെ ഒരു പൗരത്വം കിട്ടിക്കഴിഞ്ഞാൽ കുറെ സേഫ്റ്റി ആയി എന്ന ഉറപ്പിൽ അങ്ങോട്ട് പോകുന്നു. അവർക്ക് ആർക്കും ഇങ്ങോട്ട് പണം അയക്കാൻ പറ്റില്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരെ കുറ്റമല്ല. ഈ അച്ഛനമ്മമാർക്കും അറിയാതെ. ഒന്ന് അതിന്റെ സാമൂഹ്യ വിഷയം വേറെ, അതിന്റെ സാമ്പത്തിക വിഷയത്തിലേക്ക് മാത്രം നമ്മൾ നിന്നാൽ ഇപ്പോൾ കേരളത്തിലെ മിക്കവാറും ഇടങ്ങളിൽ വൃദ്ധസദനങ്ങളല്ലേ വീടുകളൊക്കെ? എല്ലാ വീടുകളും വൃദ്ധസദനങ്ങളാണ്. ഇപ്പൊ ഗൾഫിൽ പോയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും ആ ഒരു അനാഥത്വം തോന്നിയിട്ടില്ല അച്ഛനമ്മമാർക്ക്. കാരണം അവർ നിരന്തരമായി പൈസ അയക്കുന്നു, ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നു, ബന്ധപ്പെടുന്നു. ഇപ്പൊ നമുക്ക് എല്ലാ സാധനവും ഉണ്ട്, വീഡിയോ കോൾ ഉണ്ട്, വാട്സപ്പ് കോൾ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും അവർ ദൂരെയാണ്. കാരണം ഇപ്പൊ അവരോട് നാളെ കല്യാണം കഴിച്ചാൽ അവരവിടെ കൂടും. കൂടി വന്നാൽ കുട്ടികൾ ഉണ്ടാകുമ്പം അച്ഛനും അമ്മയും അങ്ങോട്ട് കൊണ്ടുപോയാലായി ആയിട്ട് വേറെ ഒന്നുമില്ല. മാത്രമല്ല പലർക്കും അതിന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഇവിടെ കൃഷി ചെയ്ത ആളുകൾ, ഇവിടെ ജീവിച്ച ആളുകൾ, ഇവിടുത്തെ സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെട്ട ആളുകൾ. അപ്പോൾ പോകാൻ പറ്റില്ല, നമുക്ക് പോകാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ അതിന്റെ അനുഭവത്തിനാണ്, നമ്മളോട് പറഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ഇവരിവിടെ കെട്ടപ്പെടും. എനിക്കൊരു 3 മാസമായിട്ട് ഉറങ്ങിയിട്ടില്ല എന്ന് പറയുന്ന അമ്മയെ അറിയാം. അവിടെ കുട്ടീനെ നോക്കാൻ പോയതാ. പ്രസവത്തിന് 90 വരെ നിൽക്കണമല്ലോ. അത്രയും രാത്രി ഉറങ്ങിയില്ല എത്ര അവര്. ഈ കോഴിക്കുഞ്ഞും കോഴിക്കൂടും നാടും അയൽവാസികളും. അപ്പോൾ ആ അർത്ഥത്തിൽ വളരെ കൃത്യമായി വലിയ തോതിൽ ഹ്യൂമൻ റിസോഴ്സ് മാത്രമല്ല, പണവും ഇവിടെ നിന്ന് വലിയ തോതിൽ പടിഞ്ഞാട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളത് കാണാതിരുന്നുകൂടാ. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒരുപക്ഷെ ധനമന്ത്രി കണ്ടോന്ന് എനിക്കറിയില്ല, ഞാൻ കാണുന്നത് ഇത്തരത്തിൽ ക്യാഷ് നെഗറ്റീവായ ഒരു കേരളമാണ്. കാരണം വേറെ എന്തെങ്കിലും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പൊ ഇവിടുത്തെ ഞാൻ ഏറ്റവും കൂടുതൽ മനുഷ്യന്റെ ഐ ടി കുറെ സ്ഥാപനങ്ങൾ കുറച്ചൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഐ ടി കുട്ടികൾ കൂടുതൽ എവിടെയാണ്? ബാംഗ്ലൂരോ ഹൈദരാബാദോ എവിടെയാണ്? അവരവിടെ അവർക്ക് നല്ല വരുമാനമുണ്ട്, അവരവിടെ അടിച്ചു പൊളിക്കും. അവരിവിടെ ഒന്നും താമസിക്കാൻ അവർ തയ്യാറല്ല. വർക്ക് ഫ്രം ഹോം ഉണ്ടെങ്കിൽ പോലും അവർ ബാംഗ്ലൂരിലെ ഹോമിൽ നിന്ന് വർക്ക് ചെയ്യും, ഇവിടുത്തെ ഹോമിൽ നിന്ന് വർക്ക് ചെയ്യില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഞാൻ ആ കുട്ടികളെ ഇവിടെയല്ല, കേരളത്തിലല്ല. അല്ല, അപ്പൊ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഇവിടെ വലിയൊരു നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ഉണ്ടാവും. ഇപ്പൊ ഭൂമിയുടെ വില, വീടൊന്നും വിൽക്കുന്നില്ല. ഇപ്പൊ പത്തനംതിട്ടയും കോട്ടയത്തൊക്കെ ചെന്നാൽ നിങ്ങൾ വീട് വിൽക്കാൻ തന്നെ, വീട് വിൽക്കുന്നില്ല, എസ്റ്റേറ്റ് വിൽക്കുന്നില്ല. ആരാ വാങ്ങണേ? ആർക്കപ്പത് വാങ്ങേണ്ട കാര്യം? കാരണം ഇവിടെ നിൽക്കുന്നില്ല. അപ്പൊ ഒന്ന്. മൂന്നാമത്തെ വിഷയം, അതിൽ വ്യാപാര മേഖലയിൽ ഉണ്ടായ ഒരു മാറ്റമാണ്. പലപ്പോഴും കേരളത്തിൽ ഇസ്ലാമോഫോബിയ പടർത്തുന്ന ആളുകൾ പറയുന്ന ഒരു ന്യായം, ഈ ക്രിസ്ത്യൻ ഹിന്ദു സവർണ മേഖലയിലുള്ള കച്ചവടങ്ങൾ പലതും ഇപ്പൊ മുസ്ലിംകളാണ് നടത്തുന്നത്. എൻ്റെ അടുത്ത് ഒരാൾ പരാതി പറഞ്ഞു, ഇതുപോലെ ഇപ്പൊ മുസ്ലിങ്ങൾ അതൊക്കെ കയ്യേറുന്നു. ഞാൻ ഓൾ ഓവർ കേരള അങ്ങനെ ഉണ്ടെന്നാണ് അയാൾ പറയണേ. കുറെ കണക്കൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ ആ കണക്കൊന്നും അവിശ്വസിക്കുന്നില്ല, കണക്ക് ഞാൻ പരിശോധിച്ചില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഈ പറഞ്ഞ സവർണ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, ഇവർ നടത്തിയിരുന്ന സ്ഥാപനങ്ങൾ ഇപ്പൊ നടത്താൻ അവരുടെ മക്കളുണ്ടോ? ഇതൊക്കെ വ്യാപാര സ്ഥാപനങ്ങളാ. അവരൊക്കെ ഇപ്പോൾ ഒരു ഹോട്ടൽ നടത്തിയിരുന്നു, അല്ലെങ്കിൽ ഒരു തുണിക്കട നടത്തിയിരുന്നു, അല്ലെങ്കിൽ ഒരു സ്വർണ്ണക്കട നടത്തിയിരുന്നു. ഈ സ്വർണ്ണക്കടക്കാരൻ്റെ മകൻ, തുണിക്കടക്കാരൻ്റെ മകൻ, ഹോട്ടലുകാരൻ്റെ മകൻ, കൃഷിയിടക്കാരൻ്റെ മകൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ആര് നടത്തും? ഇപ്പോൾ കൃഷി ആര് നടത്തും? ഹോട്ടൽ ആര് നടത്തും? ന്യായമായും ഹോട്ടൽ അവിടെ വേണമല്ലോ. ആര് നടത്തിയാലും ഒരു ഹോട്ടൽ വേണമല്ലോ. അതുകൊണ്ടാണ് കോതമംഗലത്ത് വുഡ്ലൻഡ്സ് ഹോട്ടലിൽ നിന്ന് ആ പേരവിടെ നിർത്തി. പക്ഷെ ഉടമസ്ഥനൊക്കെ വേറെ ആളായി. ഉടുപ്പിയൊന്നുമല്ല. പക്ഷെ കാരണം വുഡ്ലൻഡ്സ് ആണ്. നടത്തിപ്പ് വരെ അതിന്റെ ഗുഡ്വിൽ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞേ, അതൊരു സാമൂഹ്യ മാറ്റാണത്. നമ്മളതൊരു ഇസ്ലാമോഫോബിക്കോ മതപരമായോ ഒന്നും കാണണ്ട. അതിലും ഞാൻ പറയാം, ഗൾഫിൽ പോയ ആളുകളിൽ വലിയൊരു പങ്ക് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അത് സ്വാഭാവികമായും അവരുടെ പഴയ കാലത്തെ, പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ നിന്നാണ് പോയി
ഉണ്ട്. അവരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്, മിക്കവാറും ആളുകൾ. അവരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. അവിടെ നിതാക്കാത്ത് വന്നപ്പോൾ അവിടെ നിതാക്കത്ത് വന്നു. അവിടെ ഇനി അധികകാലം നിൽക്കാൻ പറ്റില്ല, തിരിച്ചു വന്നു. അവിടുത്തെ പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല കുറച്ച് വയസ്സായും കിടന്ന് വരുമല്ലോ, മക്കളും ഇവിടെ ബന്ധമുണ്ട്. അവിടെ ഒരിക്കലും സെറ്റിലാവാൻ പറ്റില്ല അത്ര എളുപ്പത്തിൽ. ഇവിടെ വന്ന് അവരിവിടെ വന്ന് അവരുടെ പണിയാണ് അവർ തുടങ്ങണേ. അവരുടെ പണി എന്താ? കേരളത്തിലെ ഈ പണ്ട് ഞാൻ പറയാറുണ്ട്, ഇവിടുത്തെ ചാതുർവർണ്ണയത്തിൽ പണ്ട് കാലത്ത് ഒരു വൈശ്യന്റെ റോളുണ്ട്. ബ്രാഹ്മണന് ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും കൃഷിയും കച്ചവടവും. അത് നടത്തിയിരുന്ന് തെക്കൻ കേരളത്തിൽ ക്രിസ്ത്യാനികളും വടക്കൻ കേരളത്തിൽ മുസ്ലിങ്ങളുമാണ്. രണ്ട് മൈനോറിറ്റീസ് നടത്തിയിരുന്നേ. അവരാണ് ഗ്യാപ്പ് ഫില്ല് ചെയ്തത്. അപ്പൊ എന്തുകൊണ്ട് പറ്റിയെന്ന് വെച്ചാൽ പിന്നെ കുറച്ച് ഇഴവർ പതുക്കെ വന്നു. ശ്രീനാരായണ ഗുരുവിന്റെ ഒക്കെ അദ്ദേഹം അതാണ് പറഞ്ഞത്, വൈശ്യനാവണമെന്നാണല്ലോ നാരായണ ഗുരു പറഞ്ഞത്. നിങ്ങൾ കച്ചവടം നടത്തണം, കൃഷി നടത്തണം, വിദ്യാഭ്യാസം വേണം, വ്യവസായം നടത്തണം എന്നാണ്. അതൊരു ഞാൻ പറഞ്ഞ ആ അർത്ഥത്തിൽ വൈശ്യയിലേക്ക് വന്നത്. ആ റോള് ചെയ്തിരുന്ന കേരളത്തിൽ, ആ റോളിൽ ഒരാളില്ലാതിരുന്ന കേരളത്തിൽ യഥാർത്ഥത്തിൽ ഈ റോള് വരികയും ഇപ്പോൾ ആ റോളിൽ ആരെങ്കിലും ഒരാൾ വേണം. അങ്ങനെ എടുക്കുമ്പോൾ ഈ ഇൻകം ജനറേറ്റിംഗ് കമ്മ്യൂണിറ്റി വൈശ്യാസ് ആണ് അല്ലേ ശരിക്കും പറഞ്ഞാൽ? തീർച്ചയായിട്ടും. അല്ല, ഇതിനകത്തൊരു സംശയം വരുന്നത്, ഇപ്പോൾ ഈ ഗൾഫിലേക്ക് പോകുന്ന ആൾക്കാർ അവിടെ നിന്ന് പണം ഇങ്ങോട്ടേക്ക് അയച്ച് നമ്മുടെ സമ്പദ് വ്യവസ്ഥ നിലനിർത്തി. ഇതേപോലെ യൂറോപ്പിൽ അപ്പോൾ ധാരാളം ആൾക്കാർ പോയി, കുറേ പേർക്ക് പിന്നെ ജോലി കിട്ടാതെ വന്നു. ഇതുപോലെ യൂറോപ്പിലേക്ക് അല്ലെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന ആളുകൾ തുടർച്ചയായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഈ വിദ്യാർത്ഥികൾ സ്റ്റുഡൻസ് വിസയിലാണ് പോകുന്നത്. ആ വിസയിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവർ ആദ്യം ജോലി തപ്പിയെടുക്കുന്നു, ക്ലീനിങ് ജോലി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹോം നേഴ്സിന്റെ ജോലി. തീരെ അതായത് നമ്മുടെ നാട്ടിൽ ചെയ്യാൻ മടിയുള്ള പല ജോലികളും അവിടെ ചെയ്തു. അവിടെ ചെയ്യുമ്പോൾ ഈ പറയുന്ന എണ്ണം കൂടിക്കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ യൂറോപ്യൻ രാജ്യങ്ങളും അവരെ തിരിച്ചയക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലേ. അപ്പൊ വീണ്ടും നമ്മുടെ സംസ്ഥാനം കടക്കടിയിലേക്ക് പോകും. അവിടെയാണ് പ്രശ്നം. ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്നവൻ വലിയ തോതിൽ പണവും കൊണ്ടാ വരുന്നത്. അല്ല, കുവൈറ്റ് യുദ്ധത്തിന്റെ ഒക്കെ ഒഴിവാക്കിയാൽ ബാക്കി സമയത്ത് മുഴുവൻ പണവും കെട്ടി അവന്റെ സെറ്റിൽമെന്റ് ഒക്കെ വാങ്ങിയിട്ട് വരുന്നത്. യൂറോപ്യൻ തിരിച്ചു വരുന്നവൻ ഉടുമുണ്ടുമായിട്ട് തിരിച്ചു വരുന്നത്. കാരണം ഒന്നും ഉണ്ടാവില്ല അവിടെ നിന്ന് തിരിച്ചുകൊണ്ടില്ല. ഇവിടെ കടബാധ്യത ഉണ്ട് താൻ. അപ്പോൾ നിങ്ങൾ ചോദിച്ചൊരു പ്രധാന വിഷയമുണ്ട്, അവർ തിരിച്ചു വരുമോ എന്നുള്ളത്. ഞാൻ കണക്കാക്കുന്നത് എങ്ങനെ ജീവിച്ചാലും അവിടെ പോയി മോഷ്ടിച്ചിട്ടായാലും അവിടെ തുടരുവാനാണ് ഇവർക്ക് താല്പര്യം. ഇങ്ങോട്ട് വരരുത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ഇവിടെ ഒന്ന് ഇന്ത്യ എന്നുള്ള പ്രശ്നമുണ്ട്. പിന്നെ ഇപ്പോൾ ഗൾഫിൽ പോകുന്നവനൊന്നുമില്ലെങ്കിൽ വെൽഡിങ്ങോ കച്ചവടമോ അല്ലെങ്കിൽ ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പണി പഠിച്ചിട്ടുണ്ട്. ഇവിടെ പോകുന്നവൻ അങ്ങനത്തെ ഒരു പണിയും പഠിച്ചിട്ടില്ല. ഇവിടെ ആവശ്യമുള്ള ഒരു പണിയും പഠിച്ചിട്ടില്ല. അപ്പോൾ അവനിവിടെ വന്നാൽ പിന്നെ നിലനിൽക്കുക എന്നുള്ളത് പ്രശ്നമാണ്. വീട്ടിൽ കടമാണ്, വയസ്സായ ആളുകളാണ്. ഇത് ഫ്രസ്ട്രേറ്റഡാണ്. അപ്പോൾ കേരളം ഒരു ഗൾഫ് കാലത്തെ ഒരു സമ്പന്ന യുവത്വത്തിൽ നിന്ന് ഒരു ദരിദ്ര യുവത്വത്തിലേക്ക് കേരളം മാറും. അങ്ങനെ വന്നാൽ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ദരിദ്ര യുവത്വത്തിലേക്ക് മാറും. അങ്ങനെ വരുമ്പോൾ അവരുടെ വലിയൊരു അൺട്രസ്റ്റ് ഉണ്ടാവും. അവിടെയാണ് ഈ കമ്മ്യൂണലിസവും മറ്റു കാര്യങ്ങളൊക്കെ കടന്നു വരുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ട് അടിസ്ഥാന കാര്യം സാമ്പത്തികമാണ്. ഈ സാമ്പത്തിക വ്യവസ്ഥ ഇതെങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും? ഇപ്പം കേരളത്തിൽ വ്യവസായങ്ങൾ ഉണ്ടായി എന്നൊക്കെ വ്യവസായ മന്ത്രി പറയുമ്പോൾ ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഇവിടെ അങ്ങനെ ഒരുപാട് വ്യവസായങ്ങളുണ്ടായി, ആളുകൾ ഒന്നും ഇവിടെ ജോലി ചെയ്യുന്നൊന്നും. ഈ സേവന മേഖലകളിലെ ചെറിയ കാര്യങ്ങളല്ലാതെ വേറൊന്നും വന്നിട്ടില്ല. അടിസ്ഥാനപരമായ കേരളത്തിൻ്റെ ഉൽപ്പാദന മേഖലയിൽ എന്തെങ്കിലും മാറ്റം വരാതെ കേരളം സർവൈവ് ചെയ്യില്ല, സോഷ്യലി സർവൈവ് ചെയ്യില്ല. അതിൻ്റെ ഫലമാണ് ഈ പറഞ്ഞ പോലെ കുടുംബങ്ങളുടെ തകർച്ചയും പ്രശ്നങ്ങളുണ്ടാവുന്നതും കാര്യങ്ങളൊക്കെ. മാത്രമല്ല ഇതിൽ ഒരു കാര്യം കൂടി കാണണം, പെൺകുട്ടികൾ ഇവിടുന്ന് പോയാൽ 99% തിരിച്ചു വരില്ല. അതിന് പല കാരണമുണ്ട്. ഒന്ന് കേരളത്തിലെ സാമൂഹ്യ അവസ്ഥ. എൻ്റെ മകൾ എന്നോട് പറയാറുണ്ട്, ഞാൻ രാത്രി എപ്പോഴാണ് വരുന്നത്, എങ്ങനെയാണ് പോകണേ, എന്ത് ഡ്രസ്സായിട്ടെങ്കിലും നോക്കാൻ അവിടെ ആരുമില്ല. ഇവിടെ അതല്ല, ഞാൻ രാവിലെ ജീവിതകാലം മുഴുവൻ കണ്ടു പരിചയമുള്ളവർ പോലും ഈ കുട്ടി ഈ ഡ്രസ്സ് ഇട്ട് വന്നു, ഈ കുട്ടി ഈ രാത്രി വന്നു, ഈ കുട്ടി അങ്ങോട്ട് പോയോ, ഈ കുട്ടി ഇങ്ങോട്ട് പോയോ, ഇന്നാളുടെ പിന്നിൽ ബൈക്കിൽ ഇരുന്നാണോ. അങ്ങനെ ഒരു സോഷ്യൽ റീസൺ കൂടി ഉണ്ടല്ലേ, വലിയ റീസൺ ഉണ്ട്. കുട്ടികളെ പറഞ്ഞേക്കുന്നില്ല. ഒരു ഫ്രീഡം ഉണ്ട് പെൺകുട്ടികൾ, ഒരു ഫ്രീഡം ഉണ്ട്. ഇനി അവസാനമായി ഈ പെൺകുട്ടികൾ പരമാവധി കല്യാണം കഴിക്കുന്ന ഇന്ത്യക്കാരെയല്ല, യൂറോപ്യൻസിനെയാണ്. കാരണം അവിടെ നമ്മളത് കാണണം. ഒരു വലിയൊരു രണ്ടുപേർക്കും വിൻ വിൻ സിറ്റുവേഷൻ ഉണ്ട്. എന്താണെന്നറിയോ, ഒരു യൂറോപ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു യൂറോപ്യൻ പെൺകുട്ടി വിവാഹം കഴിച്ചാൽ അത് വേറെ തരത്തിലാണ്. കാരണം അവർ രണ്ടുപേരും ഫ്രീ ആണ്, ചിലപ്പോൾ അത്ര അങ്ങ് സ്നേഹിച്ചോളുന്നില്ല, അവർ ഫാമിലി അങ്ങനെയൊന്നും അവർ കണ്ടോളുന്നില്ല. ഒരു ഇന്ത്യൻ പെൺകുട്ടിയാണെങ്കിൽ ഒരു പരിധി വരെ ഒരു ഫാമിലി സംഗതിയുണ്ട്. മാത്രമല്ല കുറച്ചൊരു ഇതുണ്ട്. അതുകൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ അഡ്വാൻറ്റേജാണ്. ഇന്ത്യൻ പെൺകുട്ടിയെ സംബന്ധിച്ചുള്ള അഡ്വാൻറ്റേജാണ്, അടി കിട്ടില്ല. യൂറോപ്യൻ ഭർത്താവ് അടിക്കില്ല, കാരണം അവൻ്റെ ജനിച്ചു തന്നെ കുട്ടിയെ പോലും അടിക്കാൻ പാടില്ല എന്നൊന്നും ജീവിച്ചു എന്നുള്ളതാണ്. അവനെ സംബന്ധിച്ചുള്ള ഭാര്യ അടിക്കുക എന്നൊക്കെ ഉള്ളത് അവന് വളരെ വല്ല ഡ്രഗ് ചെയ്തിട്ടുള്ള കാര്യം മാത്രമേ ആ കേസുകൾ കേൾക്കാറില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു വിൻ വിൻ സിറ്റുവേഷൻ ഉണ്ട് ഇന്ത്യൻ പെൺകുട്ടികൾ. ഇതൊക്കെ കേരളത്തെ പല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കിട്ടാത്തൊരവസ്ഥയുണ്ട്. പലരും മാരേജ് നടക്കാത്ത. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എന്തിനും ഇവിടെ ഇന്ത്യക്കാരുടെ കല്യാണം കഴിക്കണേ, ഗിവൺ എ ചാൻസ് ഒരു വിദേശ കല്യാണം കഴിച്ചവർ. ഇവിടുത്തെ കേരളത്തിലെ തന്നെ പ്രമുഖരായ പലരുടെയും
മക്കള് പെൺമക്കള്, ഞാൻ പേരൊന്നും പറയണില്ല, വിദേശികളെ അന്ന് തെറ്റല്ല ഞാൻ പറയുന്നത്, അവരൊന്നും നല്ലതാണ് അത്. അവൻ കുറച്ചുകൂടി ജെന്റിലാണ്, കുറച്ചുകൂടി ഡെമോക്രാറ്റാണ്. നമ്മുടെ ഭർത്താവിന്റെ പോലെ ഭർത്താവ് പറഞ്ഞൊക്കെ ഭാര്യ കേട്ടോളൂ എന്ന് പറയുന്ന ഒരു പാട്രിയാർക്കി ഇല്ല അവിടെ. പാട്രിയാർക്കി സമ്മതിക്കില്ല, അവൻ ഡെമോക്രസി പറയും, അവളും ഡെമോക്രസി പറയും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ഒരു അൺബാലൻസ് സോഷ്യലി കേരളത്തിൽ, എക്കണോമിക് മാത്രമല്ല, സോഷ്യൽ അൺബാലൻസും ഒരു പൊളിറ്റിക്കൽ അൺബാലൻസും, ഇത് പൊളിറ്റിക്കൽ ഉണ്ടാക്കുന്ന കാര്യം വേറെ തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥയിൽ, സാമ്പത്തിക വ്യവസ്ഥയിലൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഈ യൂറോപ്പിലേക്ക് പോയ കുട്ടികൾക്കെല്ലാം തന്നെ അവസരം കിട്ടുമോ, അവിടെ ഉള്ളവർക്കെല്ലാം കിട്ടാതെ വരുമോ, നമ്മൾ കൂടുതൽ കടക്കണിയിലാവുമൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് അല്ലേ. ABC ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. കുറച്ച് നാളായി അതിൻ്റെ വാർത്തകൾ, ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.